സ്വന്തം അനുജനെയും കാമുകിയും ഉൾപ്പെടെ ഉറ്റവരായ 5 പേരെ കൊലപ്പെടുത്തിയിട്ടും കുറ്റബോധം ലെവലേശമില്ല. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ അഫാനെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ ആരെയും കൂസാതെയായിരുന്നു പ്രതിയുടെ നിൽപ്പ്. ഉമ്മുമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ പാങ്ങോടുള്ള വീട്ടിലാണ് ആദ്യം തെളിവെടുപ്പിനെത്തിച്ചത്. തുടർന്ന് സഹോദരനെ കൊലപ്പെടുത്തിയ വെഞ്ഞാറമൂട്ടിലെ വീട്ടിലേക്ക്. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കനത്ത പോലീസ് കാവലിലായിരുന്നു തെളിവെടുപ്പ്. രാവിലെ പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ ശുചിമുറിയിലേക്ക് കൊണ്ടുപോകും വഴി അരമതിൽ നിന്നും ചാടിയതിനെ തുടർന്ന് അഫാന് നിസ്സാര പരിക്കേറ്റിരുന്നു. പ്രതി മാല പണയം വെച്ച ഫിനാൻസ് സ്ഥാപനത്തിലും പണം നിക്ഷേപിച്ച ATM-ലും നാളെ തെളിവെടുപ്പ് നടത്തും. വൈകിട്ട് 4:30യോടെയാണ് പോലീസ് സംഘം അഫാനുമായി പാങ്ങോട് സ്റ്റേഷനിൽ നിന്നിറങ്ങിയത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സുരക്ഷയോടെയായിരുന്നു തെളിവെടുപ്പ്. ആദ്യം പോയത് പിതൃമാതാവ് സൽമ ബീവിയുടെ വീട്ടിലേക്ക്. വീടിനകത്ത് 10 മിനിറ്റോളം തെളിവെടുപ്പ് നീണ്ടുനിന്നു. കൊല നടത്തിയ രീതി അഫാൻ പോലീസിന് മുന്നിൽ വിശദീകരിച്ചു. തുടർന്ന് വെഞ്ഞാറമൂടിലെ അഫാന്റെ വീട്ടിലേക്ക്. അമ്മയെ ആക്രമിച്ചതും സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയതും ഇവിടെ വെച്ചാണ്. 3/4 മണിക്കൂറിലേറെ നീണ്ടുനിന്ന തെളിവെടുപ്പിന് ശേഷമാണ് പ്രതിയെ വീടിന് പുറത്തെത്തിച്ചത്. നിരവധി പേരാണ് പ്രതിയെ കാണാൻ തടിച്ചുകൂടിയിരുന്നത്. തുടർന്ന് അഫാനെ തിരികെ പാങ്ങോട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പ്രതിയെ കൊണ്ടുവരുന്നത് കണക്കിലെടുത്ത് നേരത്തെ തന്നെ 2 ഇടങ്ങളിലും വൻ പോലീസ് സംഘത്തെ വിന്യസിച്ചിരുന്നു. സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡി കാലാവധി ശനിയാഴ്ച അവസാനിക്കും. ഇതിനുശേഷം വെഞ്ഞാറമൂട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങും. രാവിലെ തെളിവെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്കിടെ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെ ശുചിമുറി ഭാഗത്ത് അഫാൻ തളർന്നു വീണിരുന്നു. ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. അഫാൻ അരമതിലിൽ നിന്ന് ചാടി മനഃപൂർവ്വം പരിക്കുണ്ടാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.